വയനാട് പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന് ഈ മാസം 27-ന് തറക്കല്ലിടും. രാഷ്ട്രീയം നോക്കാതെ പുനരധിവാസ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കി. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഇടപെടലുകളെക്കുറിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. അതേസമയം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിപ്പോയി. വയനാട് പുനരധിവാസം ഈ മാസം 27-ാം തീയതി ടൗൺഷിപ്പ് നിർമ്മാണത്തിന് വേണ്ടി മുഖ്യമന്ത്രി കല്ലിടും. കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാവരും ടൗൺഷിപ്പിന്റെ കല്ലിടൽ ചടങ്ങിനായി പങ്കെടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സാർ, ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ചേർന്ന് ഈ വരുന്ന മാർച്ച് മാസം 27-ാം തീയതി അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കേരളം പോകാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ആ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. 120 കോടി രൂപയാണ് റോഡ് നിർമ്മാണത്തിന് വേണ്ടി വകയിരുത്തിയിരിക്കുന്നത്. ദുരന്തബാധിതരുടെ പട്ടിക അന്തിമമല്ല. എല്ലാവരുടെയും പരാതികൾ കേൾക്കും. മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു. ചൂരൽമലയിലെ പുതിയ പാലം ഏറ്റവും ആധുനികമായ രീതിയിൽ 2 പുന്നപ്പുഴയുടെ കരയിലോ തീരത്തോ കാലുകളില്ലാത്ത വിധം പാറകളെ ബന്ധിപ്പിച്ച റോഡ്. സാർ, വെള്ളാർമല സ്കൂൾ, നമ്മുടെ അഭിമാനമായ ഉണ്ണിമാഷിന്റെയും മക്കളുടെയും സ്കൂൾ. സാർ, വൈത്തിരിയിലെ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം 15 കോടി രൂപയാണ് അതിന് ചെലവഴിക്കുന്നത്. 110 kV സബ്സ്റ്റേഷന്റെ എൽസ്റ്റോൺ ടൗൺഷിപ്പ്. സാർ, അവിടെ കരാപ്പുഴയിലെ MLD വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, 6 ഹെലിപ്പാഡുകൾ. സാർ, അവിടെ 8 മൾട്ടിപർപ്പസ് ഷെൽട്ടറുകൾ. ഇങ്ങനെ തുടങ്ങി 16 പദ്ധതികൾക്ക് കടമായി കിട്ടിയ പണമാണെങ്കിലും അത് വിനിയോഗിക്കുന്നതിന് എല്ലാ വിധത്തിലുള്ള നടപടികളും ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതേസമയം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ദുരിതബാധിതരെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞില്ല എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അനാവശ്യമായി സാർ ചുവപ്പ് നാടയിൽ കുടുങ്ങി തീരുമാനമെടുക്കാതെ, ഒരു ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ പറ്റാതെ, ചികിത്സാ സഹായം കൊടുക്കാതെ, വിദ്യാഭ്യാസ സഹായം കൊടുക്കാതെ വയനാട്ടിലെ ഈ മുണ്ടകൈ ചൂരൽമലയിലെ ദുരന്തബാധിതരെ ഗവൺമെന്റ് ഇപ്പോൾ ആദ്യം കാണിച്ച ആവേശം മുഴുവൻ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ പറഞ്ഞതുപോലെയല്ല, അവർ പ്രയാസത്തിലാണ്. സാർ, അതിൽ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു. ദുരന്തം ബാധിച്ചവരെയും ദുരന്തത്തിൽ ആഘാതമേറ്റവരുടെയും വ്യക്തമായ പട്ടിക പ്രസിദ്ധീകരിക്കാത്തതും ദുരന്ത മേഖലയിലെ സർക്കാരിന്റെ ഇടപെടലുകളെയും കുറിച്ചാണ് കൽപ്പറ്റ MLA T സിദ്ദീഖ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ റവന്യൂ മന്ത്രിയുടെ മറുപടി തൃപ്തികരമെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി. ജനം, തിരുവനന്തപുരം.